നമ്മൾ ഗുരുവായൂരപ്പന്റെ പ്രിയ ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെ ആകാംക്ഷപൂർവ്വം ഭക്തിപൂർവ്വമാണ് ഓരോ ഏകാദശിയും നോക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം, ഡിസംബർ 26 ഒരു ഏകാദശി ദിവസമാണ്. ഈ സമയത്ത് ഭക്തജനങ്ങൾക്കൊക്കെ ധാരാളം സംശയങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലുള്ള കലണ്ടറിലും മിക്കവരിലും ഡിസംബർ 26 സ്വർഗവാതിൽ ഏകാദശി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഡിസംബർ 26 അല്ല സ്വർഗവാതിൽ ഏകാദശി, അത് ജാനുവരി 10 പുതിയ കലണ്ടറിൽ ജാനുവരി 10 സ്വർഗവാതിൽ ഏകാദശി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഭക്തജനങ്ങൾ ധാരാളം സംശയത്തിലാണ്. സത്യമാണ് കേട്ടോ, ഡിസംബർ 26 വരുന്നത് സഫല ഏകാദശിയാണ്. അതായത് പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഡിസംബർ 26. അത് സഫല ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. പൗഷമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്നത്. അത് ജാനുവരി 10 2025 വരുന്നത്. സംശയം പൂർണ്ണമായിട്ടും മാറി എന്ന് വിചാരിക്കുന്നു. സഫല ഏകാദശി നോയമ്പ് നോക്കുന്നത് എങ്ങനെയാണ്? അത് നോക്കുന്ന കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? ഏകാദശി തിഥിയുടെ മുഹൂർത്തം, ഹരിവാസര സമയം, പാരണ വീടേണ്ട സമയം, ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണിത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. സഫല ഏകാദശിയെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് അതിന്റെ ഐതിഹ്യത്തിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് പറയുകയുണ്ടായി, ഹേ ജനാർദ്ദനൻ, മോക്ഷദ ഏകാദശി എന്നറിയപ്പെടുന്ന മാർഗശീർഷ ശുക്ല ഏകാദശിയെക്കുറിച്ച് ഞാൻ വിശദമായി കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങിപ്പോൾ പറയൂ, പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച്. ഈ ഏകാദശിയുടെ പേരെന്താണ്? അതിന്റെ വ്രതം നോൽക്കേണ്ട വിധം എന്താണ്? അതിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായിട്ടോ. ഇതേക്കുറിച്ച് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയെ സഫല ഏകാദശി എന്ന് വിളിക്കുന്നു. ഈ സഫല ഏകാദശി ദിനത്തിലാണ് ശ്രീ വിഷ്ണു ഭഗവാനെ ആരാധിച്ചാൽ ഏറ്റവും കൂടുതൽ സംപ്രീതനാകുന്നത്. നമ്മളുടെ സഫലീകരിക്കാത്ത ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഭഗവാൻ സഫലീകരിച്ച് തരുന്നതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളുടെ മുടങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? കൈവിരൽ തുമ്പിൽ വന്ന എന്തെങ്കിലും അത്രമേൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാം പൂർത്തീകരിച്ച് സഫലീകരിച്ച് തരുന്ന ഒരേ ഒരു ഏകാദശിയാണ് ഈ സഫല ഏകാദശി എന്ന് പറയുന്നത്. പുരാണ വിശ്വാസം അനുസരിച്ച് സഫല ഏകാദശി വ്രതം നമ്മൾ കൃത്യമായി ആചരിക്കണം. ദശമി, ഏകാദശി, ദ്വാദശി, അതായത് ഡിസംബർ 25, 26, 27 എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല എന്നാണ് പറയുന്നത്. ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം മതി പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര്, മരുന്ന് കഴിക്കുന്നവരൊന്നും പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല കേട്ടോ. ഭഗവാന് നമ്മളുടെ മനസ്സറിയാം, നമ്മളുടെ ഭക്തി അറിയാം. അത്രയൊക്കെ വേണ്ടു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോറ്റാൽ മതി. അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂർണ്ണ ഉപവാസത്തിലേക്കൊന്നും വയ്യാത്തവർ ഒരിക്കലും പോകാൻ പാടില്ല. ഏകാദശി ദിനത്തിൽ തുളസി തീർത്ഥം മാത്രം സേവിച്ച് ഏകാദശി നോയമ്പ് നോൽക്കുന്നവരുമുണ്ട്. പൂർണ്ണ ഉപവാസം പറ്റില്ല എന്നുള്ളവർ ചിലവർ തുളസി തീർത്ഥം മാത്രം സേവിച്ചിട്ടും നോയമ്പ് നോൽക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ അതിനും പറ്റില്ല, പൂർണ്ണമായിട്ട് തുളസി തീർത്ഥം കൊണ്ട് മാത്രം എനിക്ക് പറ്റില്ല എന്നുള്ളവര് അരി ഭക്ഷണം ഒഴിവാക്കി ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയറ്, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. പകലുറക്കം ഒരിക്കലും പാടില്ല. എണ്ണ തേച്ചുള്ള കുളിയും പാടില്ല. ഏകാദശി ദിവസം നമ്മൾ ഒരിക്കലും തുളസി ഇല നുള്ളാൻ പാടില്ല. തുളസി ദേവി, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസി ദേവി നമ്മൾക്കൊപ്പം ഏകാദശി നോയമ്പ് നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകാദശി ദിവസം ഒരിക്കലും തുളസി ഇല നുള്ളരുത്. ദശമി ദിവസം തലേ ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപായിട്ട് നമ്മൾ ആവശ്യമുള്ള തുളസി ഇലകളൊക്കെ നുള്ളി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വ്രതദിനത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ദശമിക്ക് തൊട്ടേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ നെയ്വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉചിതമാണ് കേട്ടോ. ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിൽ അല്ലെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് മുൻപിലൊക്കെ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും പുണ്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ. ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്നത്, തുളസി ഇല എടുത്തിട്ട്, അതായത് 108 തുളസി ഇല എടുത്ത് വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓരോ തുളസി ഇല വീതം വിഷ്ണു പാദത്തിങ്കൽ സമർപ്പിക്കുക. അത് ഏറ്റവും ഐശ്വര്യദായകമായ ഒരു കാര്യമാണ്. ഭഗവാന്റെ പാദത്തിൽ 108 തുളസിയില ഓരോ ഇലയായിട്ട് നമുക്ക്
സമർപ്പിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏകാദശി ദിവസം, അതായത് ഡിസംബർ 26 ഒരു കാരണവശാലും തുളസി ഇല നുള്ളാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. തലേ ദിവസം ദശമി ദിവസം നമ്മൾക്ക് തുളസി ഇല നേരത്തെ നുള്ളി വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏകാദശി ദിവസം ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നത് അത്യുത്തമമാണ്. ഈ സമയം ഉറങ്ങാതിരിക്കുന്നതും ഉത്തമമാണ്. എങ്കിലും നിങ്ങളുടെ ആരോഗ്യം അതിനനുവദിക്കുന്നില്ലെങ്കിൽ ഉറക്കം കളയാൻ നിൽക്കണ്ട. എങ്കിലും സഫല ഏകാദശിക്ക് രാത്രി ഉറക്കമിളയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് 26 വൈകിട്ട് 6:10 മുതൽ 27 അതായത് ദ്വാദശി ദിവസം രാവിലെ 7:10 വരെയാണ് ഹരിവാസര സമയം. ഈ ഒരു ഹരിവാസര സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ നാവിലും മനസ്സിലും സദാ വിളങ്ങുന്നത് ഏറെ ധന്യമാണ്. ഓം നമോ നാരായണായ, ഹരേ കൃഷ്ണ, ഓം നമോ ഭഗവതേ വാസുദേവായ, നാരായണ നാരായണ തുടങ്ങിയവയെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. അതൊന്നുമല്ലെങ്കിലും ഭഗവാന്റെ 28 നാമങ്ങൾ ചൊല്ലുന്നതും അത്യുത്തമമാണ്. അങ്ങനെ ദ്വാദശി ദിവസം പാരണ വീടേണ്ട സമയത്ത് ക്ഷേത്രത്തിൽ പോയി മലർനേദ്യം തുളസി തീർത്ഥമൊക്കെ സേവിച്ചിട്ട് പാരണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിൽ നമുക്ക് തുളസി തീർത്ഥമോ തുളസിയിലയും മലരും ചന്ദനവും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. പാരണ വീടുന്നതിന് തൊട്ടു മുൻപായി വ്രതമെടുത്തതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടുന്നതിനായി ഭഗവാനെ എന്നോട് ക്ഷമിക്കണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമാപണ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം പാരണ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പാരണ വീടേണ്ടത്. പാരണ മന്ത്രം ഇതാണ്: ഭോക്ഷ്യോഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. പാരണ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ വീടാൻ പോകുന്നു. അങ്ങെനിക്ക് ജീവിതത്തിൽ അങ്ങോളം തുണയായി ഉണ്ടാകണമേ എന്നതാണ് പാരണ മന്ത്രത്തിന്റെ അർത്ഥം. ഈ പാരണ മന്ത്രം 8 തവണയാണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലിയതിന് ശേഷം ആണ് നമ്മൾ തുളസി തീർത്ഥം കഴിച്ചിട്ട് പാരണ വീടുക. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ഡിസംബർ 27 രാവിലെ 7:10 മുതൽ രാവിലെ 9:17 വരെയുള്ള സമയമാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 25 രാത്രി 10:29 മുതൽ ഡിസംബർ 27 പുലർച്ചെ 12:43 വരെയാണ്. ഈ 3 ദിവസങ്ങളിൽ, അതായത് ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതിനുശേഷം നമ്മുടെ വീട്ടിലൊരു തുളസിത്തറ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ചെടിയായിട്ടാണെങ്കിലും തുളസി കാണുമല്ലോ. അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിനു ചുറ്റും 3 പ്രദക്ഷിണ വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. തുളസി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം കേട്ടോ പ്രദക്ഷിണ വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഏകാദശി ദിവസം ത്രിസന്ധ്യയ്ക്ക് അതിന് ചുവട്ടിലൊരു നെയ്ദീപം കൊളുത്തി വെച്ചാലും ഏറ്റവും അനുഗ്രഹമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ വരുന്ന ഡിസംബർ 26 സഫല ഏകാദശി വ്രതം അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ ഭക്തിയോടുകൂടി, അതിന്റെ ചിട്ടവട്ടങ്ങളോടുകൂടി നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങൾക്കെല്ലാം നോൽക്കാൻ സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.